ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പുഴയിലൊക്കെ ഇങ്ങനെ വലയിട്ട് എല്ലാവരും കണ്ടുക്കണം. അപ്പോൾ പുഴയിൽ വലയിട്ട് ചില ആൾക്കാർ ചോദിക്കും, ഈ വല എങ്ങനെയൊക്കെ പുഴൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് അത് നിൽക്കുകയെന്ന്. അപ്പോൾ ഓലൊക്കെ ഉണ്ടാകുമ്പോൾ വല എങ്ങനെ നിൽക്കുക എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് കാണിക്കാനും വേണ്ടിയാണ് ഈ വീഡിയോ. നമ്മളിപ്പോൾ ഈ വല ആദ്യം ദിവസം ഇങ്ങനെ കെട്ടി പോന്നു കഴിഞ്ഞാൽ പിന്നെ വല ഇങ്ങനെയാണ് നിൽക്കുക. ഈ മുത്തിൻ്റെ ഭാഗം മുകളിലേക്ക് ഇങ്ങനെ മുകളിലായിട്ടുണ്ടാവും. അത് വല നമ്മളെ വല എവിടെയാണെന്ന് നമുക്ക് തിരിയാനും വേണ്ടിയാണ് ആ മുത്ത്. അല്ലാതെ ആ മുത്തുകൊണ്ട് വലിയൊരു ഉപകാരമൊന്നും ഇല്ല. ചില ആൾക്കാർ വിചാരിച്ചു ആ മുത്തുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോയെന്ന്. അതൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അടിയിൽ ഈയം വരും. ഈ ഈയത്തിൻ്റെ ഒരു കണത്തിലാണിത് താഴത്തേക്ക് ഇറങ്ങി നിൽക്കുക. ഇങ്ങനെയാണ് നിൽക്കുക പുഴയിൽ വല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു വല എങ്ങനെയാണ് പുഴയിൽ നമ്മൾ തണ്ടാടി കെട്ടിയാൽ നിൽക്കാമെന്ന് അറിയാനും വേണ്ടി ചെറിയൊരു ഇത് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ കുറച്ച് അത്യാവശ്യം നല്ല വലിയ മീനൊക്കെ കിട്ടുന്ന ഒരു വലയാണ്. ഈ വലയൊക്കെ നമ്മൾ തന്നെ കേട്ടോ കെട്ടാൻ പറ്റും. നമുക്ക് തന്നെ അറിയും. നമ്മൾ പീടിയിൽ പോയി കഴിഞ്ഞാൽ ഓലോട് ചോദിച്ചാൽ മതി. അപ്പോൾ ഓരോ സാധനം ഈയക്കട്ട അങ്ങനത്തെ ഈ അത് പന്ത് എന്ന് പറയും, ആ പന്തൊക്കെ തരും. പിന്നെ ഈ വല പോലെ ഓൾറെഡി നമുക്ക് സെറ്റാക്കി തരും. നമുക്ക് എത്ര നിങ്ങളും വേണ്ടിയെന്നൊക്കെ ഉള്ള ഏകദേശം പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങോട്ട് ചോദിച്ചിനി ഇങ്ങനെ ഈ വലൻ്റെ ഇതൊക്കെ ഒന്ന് ഇതാണ് ഈയം എന്ന് പറയുന്നത്. വലൻ്റെ ഈയം ഈ കനാണ് വലക്ക് വരുന്നത്. അല്ലാതെ ആ പന്തുകൊണ്ട് ഒരു ഉപകാരമില്ല. പന്ത് എന്ന് പറയുന്നത് നമ്മളെ വല ഇപ്പോൾ എവിടേക്കെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വല അവിടെ ഉണ്ട് എന്നുള്ളൊരു ഇതിനും വേണ്ടിയുള്ളൊരു ഇത് മാത്രമാണ്. ഇതിപ്പോൾ അത്യാവശ്യം ഒരു നമ്മളെ പുഴ എന്ന് പറയുന്നത് ചാലിയാർ പുഴയാണ്. ചാലിയാർ പുഴൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ തല വരെ അങ്ങേ കര വരെ ഇടാനുള്ള വല ഇതുണ്ട്. പക്ഷെ ഇത് ഒന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനൊന്നും എനിക്ക് ഗതികേടാക്കാരോ. ഇത് വാപ്പാൻ്റെ വലയാണ്. അപ്പോൾ ഇങ്ങനെ ഏകദേശം കാണിച്ചു തരാം. നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെയൊക്കെ വലയൊക്കെ ആവശ്യമുള്ളവർ പറഞ്ഞുകൊണ്ടിട്ടോ നമ്മൾ പാകത്തിനൊക്കെ തരുന്നുണ്ട്. ഇങ്ങനത്തെ വലകളൊക്കെ നമ്മൾ മഴക്കാലം ആകണീൻ്റെ മുമ്പ് തന്നെ വാങ്ങി വെക്കണം. മഴക്കാലം ആകുമ്പോൾ ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡാക്കാറ്. അപ്പോൾ മഴക്കാലം വരുന്നതിൻ്റെ ഒരു 2-3 മാസം മുമ്പ് വലകളൊക്കെ വാങ്ങി നമ്മൾ മീൻ പിടിക്കാൻ തയ്യാറുള്ളവർ അതിനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തുക. ഓക്കെ. പിന്നെ പറഞ്ഞാൽ ഇവിടെ ചെറിയ ഇതൊക്കെ ചില വലിയ മീനുകളൊക്കെ വന്നു കണ്ട് ഇത് പൊട്ടിച്ച് പോകും.